ഇന്നേ കരിക്കാടുള്ള സൈറ്റിലെ 2 കോട്ട് പൊട്ടിയിട്ടുള്ള ചുമര് കട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഐബെല്ലിൻ്റെ ഒരു 9 ഇഞ്ചിൻ്റെ ഐബെല്ലിൻ്റെ മെഷീനാണ്. 9 ഇഞ്ചിൻ്റെ 150ൻ്റെ ഡിസ്ക് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. 9 ഇഞ്ചിൻ്റെ ഡിസ്ക് പേപ്പർ എന്നാണ് അതിന് പറയുക. 150ൻ്റെ പിന്നെ ഇതിന് മെഷീനിൽ ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പൊടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടി പോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൂമുകളിലും ഒന്നും അധികം പൊടിയാവില്ല. പൊടി ബാഗിക്കാണ് മൊത്തം നിറയുക. അപ്പം പുറത്ത് കൊണ്ടുപോയി കളയുകയും ചെയ്യുക. ഇത് വരുന്നത് പുട്ടി കട്ടിങ്ങിൻ്റെ സാൻഡറിങ്ങിൻ്റെ ഹാൻഡിലാണ്. കൈ കൊണ്ടൊന്നും ഇതേപോലെ 2 കോട്ടിട്ട ഭാഗങ്ങൾ കൈ കൊണ്ടൊന്നും പേപ്പർ പിടിച്ചിട്ട് ഉരയ്ക്കരുത്. ഇതേപോലെ ഈ ഹാൻഡിൽ വെച്ചിട്ട് വേണം ഉരച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഹാൻഡിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ട്യൂബ് നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ മെഷീനിൽ നന്നായിട്ട് പുട്ടി ഉരച്ചെടുക്കും. കട്ട് ചെയ്തിങ്ങനെ എടുക്കും. കട്ട് ചെയ്തെടുത്തിട്ട് നേരെ ബാഗിലേക്ക് ആ പൊടിയൊക്കെ ബാഗിക്ക് പോകും. അത് നമുക്ക് പുറത്ത് കൊണ്ടുപോയി കളയുക. കട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ട്യൂബ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഹാൻഡിൽ വെച്ചിട്ട് സാൻഡറിങ് ഹാൻഡിൽ വെച്ചിട്ട് ഉരച്ചെടുക്കേണ്ടത്. ഒന്നെല്ലാം ഒന്ന് സമാക്കണം വേണ്ടിയിട്ട്. അതല്ല കൈ കൊണ്ടാണ്. കൈ കൊണ്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ചുമരമിട്ട് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരമാല പോലെ ആവും ചുമര്. അപ്പോൾ ഇപ്പോൾ അതൊന്നും അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റിയ ഫിനിഷിങ്ങിൻ്റെ ടൈമിൽ 1 കോട്ട് പ്രൈമറൊക്കെ അടിച്ചിട്ട് 2 കോട്ട് പെയിൻ്റൊക്കെ അടിച്ച് ലൈറ്റൊക്കെ വന്ന സമയത്താണ് ഇതിൻ്റെ ഫോൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണ സമയം തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫോൾട്ടുകളൊന്നും ഉണ്ടാവില്ല. കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 കോട്ട് പ്രൈമർ അടിക്കുക. പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ഒരു സ്പോട്ട് മക്കനെ ട്യൂബ് പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ട്യൂബ് ഇങ്ങനെ പിടിച്ചിട്ട് ചുമരിൻ്റെ എന്തൊക്കെ ഫോൾട്ടുകൾ ഉള്ളത് വെച്ചെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് ടച്ചപ്പ് പുട്ടി എന്നാണ് അതിന് പറയുക. ടച്ചപ്പ് പുട്ടി ഇട്ടിട്ട് കട്ട് ചെയ്യുകയും വേണം. എന്നിട്ട് പ്രൈമർ ടച്ച് ചെയ്തിട്ട് വേണം 2 കോട്ട് പെയിൻ്റ് അടിക്കാൻ. ബാക്കി പ്രൈമർ അടിക്കലും പെയിൻ്റ് അടിക്കാനൊക്കെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.